സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനത്തിലടക്കം ചാൻസലറായി പ്രവർത്തിക്കുന്ന ഗവർണർമാർക്ക് പരിധിയില്ലാത്ത നിലയിൽ അധികാരം കൽപ്പിച്ച് നൽകുന്ന UGCയുടെ കരട് ചട്ടങ്ങൾക്കെതിരായിട്ട് ദേശീയാടിസ്ഥാനത്തിൽ തന്നെ വലിയ പ്രക്ഷോഭ കൊടുങ്കാറ്റാണ് ഉയർന്നു വരുന്നത്. വളരെ ആസൂത്രിതമായ നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാരങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന തരത്തിൽ ഭരണഘടനയിൽ അന്തർലീനമായ ഫെഡറൽ തത്വങ്ങളുടെ കടക്കൽ കത്തിവയ്ക്കുന്ന വിധത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് ഈ UGC ഡ്രാഫ്റ്റ് ഗൈഡ് ലൈനെ കാണാൻ സാധിക്കും. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ രക്ഷാധികാരിത്വത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഫണ്ടിങ്ങോടുകൂടി അവയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് യാതൊരു അധികാരവും പാടില്ല എന്ന നിലയിൽ അയിത്തം കൽപ്പിക്കുന്ന ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ മറ്റു തരത്തിലും സർവകലാശാലകളുടെ അക്കാദമിക ഗുണനിലവാരം നിർവീര്യമാക്കി കളയുന്ന പ്രപ്പോസൽസ് ഉൾക്കൊള്ളുന്നതാണ്. വൈസ് ചാൻസലർ ആയി നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ അക്കാദമിക ക്വാളിഫിക്കേഷൻ നിർബന്ധമല്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് വ്യവസായ മേഖല പോലെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചാൽ മതി എന്നുള്ള പ്രസ്താവനയോടുകൂടി ആ ഒരു പ്രൊവിഷൻ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ധൈഷണികവും ബൗദ്ധികവുമായിട്ടുള്ള കേന്ദ്രം എന്ന നിലയിൽ നിന്ന് നമ്മുടെ വൈസ് ചാൻസലർ പദവി താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം മോശമായ നിരവധി പ്രവണതകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന UGCയുടെ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസിനെതിരായിട്ട് പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ ഭരണ നേതൃത്വങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ, പ്രചാരണ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ മുന്നേറുകയാണ്. ഫെബ്രുവരി 20 ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ വിഭാഗം ആളുകളെയും, വിദ്യാർത്ഥികളെയും, അധ്യാപകരെയും അനധ്യാപകരെയും സർവകലാശാലകളുടെ പ്രതിനിധികളായിട്ടുള്ളവരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി 20 ഒരു സംസ്ഥാനതല കൺവെൻഷൻ ചേരുകയാണ്. ആ കൺവെൻഷനിൽ പ്രതിപക്ഷ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും സമാന ചിന്താഗതിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തവും എല്ലാം ഉറപ്പാക്കിക്കൊണ്ടുള്ള കൺവെൻഷനാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ഫെഡറൽ തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും സർവകലാശാലകളുടെ അക്കാദമിക ഗുണനിലവാരം നിർവീര്യമാക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർവകലാശാലകളുടെ ഭരണത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലുമുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം ഇല്ലാതാക്കുകയുമൊക്കെ ചെയ്യുന്ന ഈ ഡ്രാഫ്റ്റ്, അത് സംബന്ധിച്ചുള്ള അഭിപ്രായം UGCക്ക് അയക്കേണ്ടുന്ന സമയം ആവുന്നതേ ഉള്ളൂ. ഇതിനു മുൻപ് തന്നെ പ്രഭാത് പട്നായിക് അധ്യക്ഷനായിട്ട് ഒരു സമിതിയെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നിയോഗിച്ചിരുന്നു. ആ സമിതിയുടെ അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് UGCക്ക് അയച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി അയച്ചിട്ടുണ്ട്. കേരള നിയമസഭ ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഏകാഭിപ്രായത്തിൽ പ്രമേയം പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഫെബ്രുവരി 20 ടാഗോർ തിയേറ്ററിൽ വച്ച് ഇത്തരത്തിലുള്ള ഒരു കൺവെൻഷൻ ചേരാൻ ഉദ്ദേശിക്കുന്നത്. കൺവെൻഷനുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്.